നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വാഗ്ദാന പെരുമഴയുമായി ഇടത് വലതു മുന്നണികൾ. ക്ഷേമ പെൻഷൻ 3000 ആക്കുമെന്ന് ഇരു മുന്നണികളും. 60 തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമായി LDF പ്രകടന പത്രിക. 50% സ്ത്രീകൾക്കും കേരളത്തിൽ പഠിക്കുന്ന എല്ലാവർക്കും ജോലിയെന്നും LDF. ആചാര സംരക്ഷണത്തിന് പ്രത്യേക നിയമം കൊണ്ടുവരുമെന്നും ആശാവർക്കർമാരുടെ പ്രതിദിന വേതനം 700 രൂപ ആക്കുമെന്നും UDF. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുന്നു. ആവേശമായി ദേശീയ നേതാക്കൾ. തൃപ്പൂണിത്തുറയിൽ റോഡ് ഷോയുമായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. കൊല്ലത്തും തിരുവനന്തപുരത്തും പ്രചരണത്തിന് പ്രിയങ്ക ഗാന്ധി. പിണറായി മോദിയുടെ B ടീമെന്ന് പ്രിയങ്ക ഗാന്ധി. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കുറ്റകൃത്യം നടന്ന കാരവാൻ കണ്ടെത്തി. നടൻ ബോബി കുര്യനെയും അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനി നായരെയും ചോദ്യം ചെയ്യും. സിനിമാ സെറ്റുകളിലെ ആഭ്യന്തര പരിഹാര സമിതികൾക്കെതിരെ വിമർശനവുമായി വുമൺ ഇൻ സിനിമ കളക്റ്റീവ്. ആഭ്യന്തര പരിഹാര സമിതികൾക്ക് ഇച്ഛാശക്തിയില്ലെന്ന് WCC. ജുഡീഷ്യൽ ഓഫീസർമാരെ തടഞ്ഞ സംഭവത്തിൽ പശ്ചിമബംഗാൾ സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ഞെട്ടിപ്പിക്കുന്ന സംഭവമെന്നും സംസ്ഥാന ഭരണകൂടത്തിന്റെ പൂർണ്ണ പരാജയമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയും DGPയും അടക്കമുള്ളവർ വിശദീകരണം നൽകണം. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്ക ജയിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ നേതൃനിര ഒന്നടങ്കം നശിച്ചുവെന്നും ആണവായുധം നിർമ്മിക്കാൻ ഇറാനെ അനുവദിക്കില്ല എന്നും പ്രസിഡന്റ്. ട്രംപിന്റെ അവകാശവാദങ്ങൾ തള്ളി ഇറാൻ. കരയുദ്ധത്തിന് തയ്യാറാകാൻ സൈന്യത്തോട് ഇറാൻ സൈനിക മേധാവിയുടെ നിർദ്ദേശം. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി വാഗ്ദാനങ്ങളിൽ ഊന്നി UDFന്റെ പ്രകടന പത്രിക. കൊച്ചിയിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്ന് പത്രിക പുറത്തിറക്കി. ശബരിമലയിലെ വിശ്വാസ സംരക്ഷണത്തിനായി നിയമം പാസാക്കുമെന്നും ആശാവർക്കർമാരുടെ ദിവസവേതനം കുറഞ്ഞത് 700 രൂപയാക്കുമെന്നും പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പും മിഷൻ സമുദ്ര വ്യോമയാന വികസനം തുടങ്ങിയ സ്വപ്ന പദ്ധതികളും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളം ജയിക്കും UDF നയിക്കും എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചാണ് UDF പ്രകടന പത്രിക പുറത്തിറക്കിയത്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസം ധനസഹായം, ക്ഷേമ പെൻഷനുകൾ 3000 രൂപയായി വർദ്ധിപ്പിക്കും, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങി നേരത്തെ സൂചിപ്പിച്ച പ്രഖ്യാപനങ്ങൾ കൂടാതെ BPL കുടുംബങ്ങളിലെ രോഗികൾക്കുള്ള ഡയാലിസിസ് സൗജന്യമാക്കും, സർക്കാർ ആശുപത്രികളിലെത്തുന്ന രോഗികൾക്ക് കിടക്ക അവരുടെ അവകാശമാക്കുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. സർവകലാശാലകളിലെയും കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്കെതിരായ ജാതീയമായ വിവേചനങ്ങളും പക്ഷപാതവും അവസാനിപ്പിക്കാൻ രോഹിത് വെമുല ആക്ട് കൊണ്ടുവരും. +1 സീറ്റ് പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തും. 4000 രൂപ ഒരു പവന് വിലയുണ്ടായിരുന്ന സമയത്ത് 500 കോടി രൂപയുടെ ടാക്സ് കിട്ടിയിരുന്നത് ആണോ? ഇപ്പോൾ 1 ലക്ഷം രൂപയിൽ കൂടുതലായി സ്വർണത്തിന്റെ വില. അപ്പോൾ 25 ഇരട്ടി ടാക്സ് കിട്ടണമായിരുന്നു. 500 കോടിയുടെ 25 ഇരട്ടി കിട്ടണമായിരുന്നു. ഇപ്പോഴും 500 കോടിയാണ് കിട്ടുന്നത്. എവിടെ പോകുന്നു ടാക്സ്? അപ്പം ഞങ്ങൾ അതാണ് പറഞ്ഞത്. ഖജനാവിൻ്റെ ഞങ്ങൾക്കറിയാം എവിടെയൊക്കെയാണ് ലീക്കേജ് എന്ന്. ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ ആ ലീക്കേജ് ഞങ്ങൾ അടയ്ക്കും. സ്വർണത്തിൻ്റെ ടാക്സ് ഒക്കെ കൂട്ടുന്നു നോക്കുന്നു. യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പ 5 ലക്ഷം രൂപ, അർഹരായ കുട്ടികൾക്ക് ഇന്ത്യയിലും വിദേശത്തും പഠിക്കുന്നതിനായി KR നാരായണൻ സ്കോളർഷിപ്പ്, പാചകത്തൊഴിലാളികളുടെ ഓണറേറിയം കൂട്ടും, വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയവ UDFന്റെ വാഗ്ദാനങ്ങളാണ്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാകുമോ എന്ന സന്ദേഹമുള്ളവർക്ക് തെലങ്കാനയിലെത്തി കാര്യങ്ങൾ വിലയിരുത്താമെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞു. People who are discussing or people who are making allegations against Telangana guarantees, I wanted to challenge Mr. Pinarayi Vijaya. Please come. I will organize everything. I will organize a flight. I will organize a team to explain. I will come with you. Otherwise, my manifesto committee chairperson is here, Mr. Sridhar Babu, who is holding now IT and Industries Legislative Affairs Minister. I will ask my minister to accompany with you and your team. Come and see in Telangana how we are implementing our 6 guarantees. സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കില്ലെന്നും അതിനായി കണ്ടെത്തിയ ഭൂമി ഡീനോട്ടിഫൈ ചെയ്യുമെന്നും പറയുന്നതിനോടൊപ്പം അതിവേഗ റെയിൽവേ ഇടനാഴിയും കോഴിക്കോടും തിരുവനന്തപുരത്തും മെട്രോയുമടക്കം ഗതാഗത രംഗത്ത് മറ്റ് പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ പ്രത്യേക എംപവറിംഗ് കമ്മിറ്റി രൂപീകരിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. അമൃത ന്യൂസ്, കൊച്ചി.
60 തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമായി LDF പ്രകടന പത്രിക. എല്ലാ ക്ഷേമ പെൻഷനുകളും 3000 രൂപയായി വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള വാഗ്ദാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉള്ളത്. മുഖ്യമന്ത്രിയും LDF നേതാക്കളും അടങ്ങുന്ന വേദിയിൽ കോഴിക്കോട് വെച്ചാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. 10 വർഷം ഭരിച്ച LDF സർക്കാരിന് ഭരണ തുടർച്ച ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. അതിദാരിദ്ര്യമുക്ത കേരളം എന്നതിലൂടെ ലോകത്തിന് മാതൃക കാട്ടിയ സർക്കാർ ഇനി കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രകടന പത്രികയിലൂടെ പറയുന്നു. എല്ലാ ക്ഷേമ പെൻഷനുകളും 3000 രൂപയായി വർദ്ധിപ്പിക്കും. എല്ലാവർക്കും പാർപ്പിടം, ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങി സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്തുമെന്നാണ് മുഖ്യമന്ത്രി പ്രകടന പത്രിക പ്രകാശനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. കിടപ്പ് രോഗികൾക്ക് സമ്പൂർണ്ണ പരിരക്ഷ, വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ്, സ്ത്രീകളിൽ 50% പേർക്ക് ജോലിയുറപ്പ്, കേരള ചിക്കൻ മാതൃകയിൽ പോത്ത് ഗ്രാമം, ആട് ഗ്രാമം, മുയൽ ഗ്രാമം പദ്ധതി തുടങ്ങി സകല മേഖലകളെയും പരാമർശിച്ചുകൊണ്ടാണ് പ്രകടന പത്രിക കടന്നുപോകുന്നത്. അതിവേഗ റെയിൽപാതാശ്രമം തുടരും. ജലപാത, വാട്ടർ മെട്രോ, ശബരിമല മാസ്റ്റർ പ്ലാൻ എന്നിവയും പത്രികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ട ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമ ഭേദഗതി വരുത്തും. ഇടുക്കി, വയനാട്, കാസർഗോഡ്, കുട്ടനാട് തീരദേശം എന്നിവയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജുകൾ തുടരുമെന്നും പറയുന്നു. സംസ്ഥാനം നാറ്റിവിറ്റി കാർഡ് നൽകും. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി RSS അവരുടെ ആഭ്യന്തര ശത്രുക്കളെ നേരിടുന്ന രീതിക്ക് ഉദാഹരണമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 4 ലക്ഷം വീട് നിർമ്മിച്ചു എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രചരണം തെറ്റാണെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി നിയമസഭയിൽ 4000 വീടുകളുടെ കണക്കാണ് ഉമ്മൻചാണ്ടി അവതരിപ്പിച്ചതെന്നും പറഞ്ഞു. ഞാൻ നുണ പറഞ്ഞതല്ല. 2011-16 കാലത്തെക്കുറിച്ച് ഇങ്ങനെയൊരു തെറ്റായ പ്രചരണം കുറച്ച് കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 4 ലക്ഷത്തിലധികം വീട് നിർമ്മിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എത്ര വീട് നിർമ്മിച്ചു എന്നത് അന്നത്തെ മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ജനകീയ ആസൂത്രണം പുതിയ രൂപത്തിൽ നടപ്പിലാക്കും. ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങൾക്ക് ഫെഡറൽ സംവിധാനത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ബദൽ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് LDF മാനിഫെസ്റ്റോ അവസാനിപ്പിക്കുന്നത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. UDFന്റെയും NDAയുടെയും പ്രകടന പത്രികകളെ വിമർശിച്ച ഡോക്ടർ തോമസ് ഐസക് അടിസ്ഥാന പോരായ്മ അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുവാനുള്ള ധനകാര്യ തന്ത്രമില്ല എന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരളത്തിലെ കടബാധ്യത ഇല്ലാതാക്കുമെന്ന NDAയുടെ പ്രകടന പത്രിക ശുദ്ധ അസംബന്ധമാണ്. UDF പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്ന 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കോർപ്പറേറ്റ് ആശുപത്രികളെ സഹായിക്കുവാനുള്ള പദ്ധതിയാണെന്നും തോമസ് ഐസക് കോട്ടയത്ത് പറഞ്ഞു. 3 മുന്നണികളുടെയും പ്രകടന പത്രികകൾ പുറത്തു വന്നു കഴിഞ്ഞു. അടുത്ത 5 വർഷക്കാലത്തെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ UDFന്റെയും BJPയുടെയും NDAയുടെയും പ്രകടന പത്രികകളുടെ അടിസ്ഥാന പോരായ്മ, അച്ചിലസ് ഹീൽ, അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ധനകാര്യ തന്ത്രമില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായിയെ സംരക്ഷിച്ചു നിർത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. പിണറായി നരേന്ദ്രമോദിക്കെതിരെ പോരാടുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പോരാട്ടം നടക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസി പിണറായിയുടെ പിന്നാലെ വരുന്നില്ല? സ്വന്തം കാര്യം മാത്രമാണ് പിണറായി സംരക്ഷിക്കുന്നത്. BJPയുമായി രഹസ്യധാരണ ഉണ്ടാക്കിയിരിക്കുന്നു എന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. It makes me laugh when I hear your chief minister saying that he stands up to the Narendra Modi government, that he is fighting the BJP. If he was fighting Modi, if he was fighting the Prime Minister, then how is it that there is not a single case against him by the central government? How does he not have the ED after him? How does he not have income tax after him? How does he not have CBI cases on him? He is simply protecting himself and making a side deal with the BJP. Please recognize the fact that both the LDF and the BJP are corrupt corporate parties. So when you go to cast your vote on the 9th, think about your own lives. Think about the last 10 years of your lives. This is a time for you to vote for the UDF to bring about a change in Kerala. മറ്റു വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പദവി ആഗ്രഹിച്ചല്ല എന്നും
നേമം നിയോജക മണ്ഡലത്തിൽ വികസനം സാധ്യമാക്കാനാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ. CPI വിട്ടുവന്ന മുൻ കൗൺസിലർ അടക്കമുള്ളവർ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും BJP അംഗത്വം സ്വീകരിച്ചു. നേമത്ത് പോരാട്ടച്ചൂട് കനക്കുകയാണ്. NDAയുടെ നേമം നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വികസിത നേമം മാർഗരേഖ പുറത്തിറക്കി. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് തുടങ്ങിയവരും പരിപാടിയുടെ ഭാഗമായി. പ്രകടന പത്രികയിൽ പറയുന്നതെല്ലാം യാഥാർത്ഥ്യമാക്കുമെന്നും അധികാരത്തിൽ വന്നാൽ 100 കോടി വരെ CSR ഫണ്ട് നേമത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞാൻ മത്സരിക്കുന്നത് ഒരു MLA ആവാനോ ഒരു പദവിക്കല്ല. ഞാൻ ഇതിനു മുമ്പ് 3 തവണ MP ആയിരുന്നു, മന്ത്രിയായിരുന്നു. ഞാൻ മത്സരിക്കുന്നത് മാറ്റം കൊണ്ടുവരാനും ഇവിടെ നമ്മൾ കണ്ട് സഹിച്ച രാഷ്ട്രീയത്തിലൊരു മാറ്റം കൊണ്ടുവരാനും ഒരു MLAൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് കൃത്യമായി പ്രവർത്തിച്ച് കാണിച്ചു തരാനാണ് ഞാൻ മത്സരിക്കുന്നത്. ഈ മാർഗരേഖ എൻ്റെ ഒരു സോഷ്യൽ കോൺട്രാക്റ്റാണ്. എന്നെ ജയിപ്പിച്ചാൽ, ഞാനൊരു MLA ആയാൽ ഇതൊരു വാഗ്ദാനമല്ല, കോൺഗ്രസ് തരുന്നൊരു വ്യാജ വാഗ്ദാനമല്ല. എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വോട്ട് നേടിയ CPM പോലെ ഒരു വാഗ്ദാനമല്ല. ഇത് എൻ്റെ ഉറപ്പാണ്, ഇത് എൻ്റെ ഒരു ഗ്യാരണ്ടിയാണ്. ഇത് എൻ്റെ ഒരു വാഗ്ദാനം മാത്രമല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടും വാശിയുമാണ്. ചടങ്ങിൽ CPI ബന്ധം ഉപേക്ഷിച്ച് BJPയിലെത്തിയവരെ രാജീവ് ചന്ദ്രശേഖർ ഷോളണിയിച്ച് സ്വീകരിച്ചു. CPI തിരുവല്ലം ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ നഗരസഭാ കൗൺസിലറുമായിരുന്ന GS ബിന്ദു അടക്കമുള്ളവർ BJPയിൽ ചേർന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ തടഞ്ഞ സംഭവത്തെ രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ്. BJPക്ക് പരാജയഭീതിയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഭവത്തെ അപലപിച്ചു. അതേസമയം സ്ഥാനാർത്ഥിയെ തടഞ്ഞ സംഭവത്തിൽ കോൺഗ്രസ് പരാതി നൽകി. പാലക്കാട് സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ BJP പ്രവർത്തകർ രമേശ് പിഷാരടിയെ തടഞ്ഞത് പരാജയഭീതിയെ തുടർന്നെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. പാലക്കാട്ടെ ജനങ്ങൾ കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തി തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വതന്ത്രമായി സഞ്ചരിച്ച് വോട്ട് പിടിക്കുക എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയുടെ അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. ഈ ജനാധിപത്യ മഹോത്സവം വിജയമാക്കാനുള്ള ഏറ്റവും അവിഭാജ്യമായ ഘടകവുമാണ്. നിങ്ങൾക്ക് പ്രചരണം നടത്താൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കാത്തവരല്ലേ അത് ചെയ്യുള്ളൂ. രമേശ് പിഷാരടിയെ തടഞ്ഞ സംഭവം BJPയുടെ സാമ്പിളാണെന്നും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ ജനാധിപത്യ മര്യാദ പുലർത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കി. കണ്ടില്ലേ BJPയുടെ അസഹിഷ്ണുതയുടെ രൂപം? ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മറ്റൊരു സ്ഥാനാർത്ഥി പ്രചരണം നടത്താൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? BJP മറ്റുള്ളിടത്ത് കാണിക്കുന്നതിന്റെ ഒരു സാമ്പിൾ ഇപ്പോ പാലക്കാട് കാണിച്ചിരിക്കുന്നു. അതാണ് നാം കാണേണ്ടത്. തന്റെ ആവശ്യപ്രകാരമാണ് പ്രതിഷേധ പ്രകടനങ്ങൾ വേണ്ടെന്ന് വെച്ചതെന്ന് രമേശ് പിഷാരടി പ്രതികരിച്ചു. മാത്രമല്ല BJP എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രകടനവും പന്തം കൊളുത്തി റോട്ടിലേക്ക് ഇറങ്ങലും ഒക്കെയുള്ള പരിപാടികളായി മാറുകയും അതിൽ നിന്ന് വെള്ളം കലക്കിയ ശേഷം എന്തെങ്കിലും മീൻ കിട്ടുമെന്ന് നോക്കുന്ന ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് ഇത് കലങ്ങാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പെസഹ വേഴയായിട്ട് ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ ഇറങ്ങണ്ട, നമ്മുടെ ഫോക്കസ് മാറണ്ട, പ്രചരണത്തിൽ തന്നെ നമ്മൾ സൂക്ഷിക്കുക. സംഭവത്തിൽ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പാലക്കാട് DYSPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിന്റെ പേരിലാണ് രമേശ് പിഷാരടിയെ തടഞ്ഞത് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് BJP. അമൃത ന്യൂസ്, പാലക്കാട്. വനിതാ ലീഗ് ദേശീയ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് നൂർബിന റഷീദ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതാ ലീഗിന് അർഹമായ പരിഗണന ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. അതേസമയം പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് നൂർബിന റഷീദ് ഉന്നയിച്ചത്. ഈ 2026 ഞാൻ വനിതാ ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇന്ന് ഇവിടെ വെച്ച് വിത്ത് എഫക്റ്റീവ് ഒഴിയുകയാണ്. വനിതാ ലീഗ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ച നൂർബിന റഷീദ് ലീഗിന്റെ അംഗത്വത്തിൽ തുടരും.
പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയയ്ക്കെതിരെയും PK നവാസിനെതിരെ ആരോപണമുന്നയിച്ച മുൻ ഹരിത നേതാക്കൾക്കെതിരെയും രൂക്ഷമായ ആരോപണങ്ങളാണ് നൂർബിന റഷീദ് ഉന്നയിച്ചത്. ഫോട്ടോഷൂട്ടോ റീൽസോ അല്ല, റിയൽ ലൈഫാണ് വേണ്ടതെന്നും PK നവാസിനെതിരെ ആരോപണമുന്നയിച്ചവർ പാണക്കാട് കുടുംബത്തെ അപമാനിച്ചവരാണെന്നും മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചവരാണിവരെന്നും നൂർബിന റഷീദ് ആരോപിച്ചു. അയോഗ്യതയായി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഹരിത എന്ന വിവാദം സൃഷ്ടിച്ചവരാണ്. ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ പാണക്കാട് കുടുംബങ്ങളെ ഇത്ര അധികം മോശമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തോട് ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് യോജിക്കാൻ പറ്റില്ല. ഞങ്ങൾ കൊടുക്കരുതെന്ന് അതേ ഞങ്ങളുടെ വിയോജിപ്പ് പറഞ്ഞിരുന്നു. സീറ്റ് നൽകാതെ MK മുനീറിനോട് കാണിച്ചത് അനീതിയാണെന്നും നൂർബിന റഷീദ് കൂട്ടിച്ചേർത്തു. ഫാത്തിമ തഹ്ലിയയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നൂർബിന റഷീദ് നേരത്തെയും രംഗത്ത് വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് വനിതാ ലീഗ് ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള രാജി. 10 വർഷം കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലറായും വനിതാ കമ്മീഷൻ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. രാജിക്കാര്യം വാർത്താ സമ്മേളനത്തിലൂടെയാണ് നൂർബിന റഷീദ് പ്രഖ്യാപിച്ചത്. ലീഗ് നേതൃത്വത്തിന് രാജി ഔദ്യോഗികമായി ഇമെയിൽ ചെയ്യുകയും ചെയ്തു. അമൃത ന്യൂസ്, കോഴിക്കോട്. വനിതാ ലീഗ് ദേശീയ സെക്രട്ടറി നൂർബിന റഷീദിന്റെ പരസ്യ പ്രതികരണത്തിൽ വിശദീകരണം തേടിയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വിശദീകരണം ലഭിച്ച ശേഷം കൂടുതൽ പറയാമെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. പ്രസ്താവന ചെയ്തത് എന്തിനാണ് എന്നുള്ളത് അവരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും ഇപ്പം നമുക്കറിയില്ല. വിശദീകരണം കിട്ടട്ടെ എന്നിട്ട് പറയാം. നേമത്തെ BJPക്ക് മറുപടിയുമായി മന്ത്രി V ശിവൻകുട്ടി. മണ്ഡലത്തിൽ വികസനം നടക്കുന്നില്ലെന്ന് പറഞ്ഞ് BJP പുറത്തിറക്കിയ നോട്ടീസ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പിൻവലിക്കുകയോ പരസ്യ സംവാദത്തിന് തയ്യാറാകുകയോ ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സംവാദത്തിൽ BJPയുടെ നോട്ടീസും നേമത്തെ വികസനവും ചർച്ച ചെയ്യുന്നതിനോടൊപ്പം രാജഗോപാലിന്റെ കാലത്തെ വികസനവും ചർച്ച ചെയ്യാൻ താൻ തയ്യാറെന്നും അദ്ദേഹം പറഞ്ഞു. BJP വിതരണം ചെയ്ത മറുപടിയുണ്ടോ നോട്ടീസിന് മറുപടി ഉണ്ടെന്ന് വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നുണപ്രചരണങ്ങൾ കൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കാമെന്ന് BJPയുടെ വ്യാമോഹം മാത്രമാണ്. അതാണ് അവർ നിയമ വികസനം സംബന്ധിച്ച് പരസ്യ സംവാദത്തിലുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തപ്പോൾ പിന്നെ ആ വഴിക്ക് വരാത്തത്. BJP വികസനമൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുള്ള നോട്ടീസ് പിൻവലിക്കും, അല്ലെങ്കിൽ അങ്ങ് പരസ്യ സംവാദത്തിന് വേണ്ടി വരണം. അങ്ങനെയൊക്കെ നോട്ടീസ് നമുക്ക് ചർച്ച ചെയ്യാം. നിയമമണ്ഡലം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ശ്രീ O രാജഗോപാൽ കേരള നിയമസഭയിലേക്ക് വന്ന കാലഘട്ടത്തിൽ നടന്ന 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാം. ഇത് അങ്ങ് തയ്യാറാണോ? തയ്യാറല്ലെങ്കിൽ അങ്ങ് ഖേദം പ്രകടിപ്പിക്കാനെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഈ സമയത്ത് നടക്കില്ല. അങ്ങ് കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള വിവരം നിയമത്തെ ജനങ്ങൾ നന്നായി മനസ്സിലാക്കിയിരിക്കുകയാണ്. ജുഡീഷ്യൽ ഓഫീസർമാരെ തടഞ്ഞ സംഭവത്തിൽ പശ്ചിമബംഗാൾ സർക്കാരിനെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. ഞെട്ടിപ്പിക്കുന്ന സംഭവമെന്നും സംസ്ഥാന ഭരണകൂടത്തിന്റെ പൂർണ്ണ പരാജയമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വിമർശിച്ചു. സംഭവത്തിൽ ചീഫ് സെക്രട്ടറി, DGP തുടങ്ങിയവരോട് കോടതി വിശദീകരണം തേടി. പശ്ചിമ ബംഗാളിലെ മാൾഡയിൽ വോട്ടർ പട്ടിക പുതുക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ തടഞ്ഞുവച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. SIR നടപടിയുമായി ബന്ധപ്പെട്ട് കോടതി നിയോഗിച്ച ജുഡീഷ്യൽ സംഘത്തെയായിരുന്നു കഴിഞ്ഞ ദിവസം മാൾഡയിൽ ആൾക്കൂട്ടം മണിക്കൂറുകളോളം തടഞ്ഞുവെച്ചത്. 9 മണിക്കൂറിലധികം വനിതാ ജഡ്ജിമാരുൾപ്പെടെയുള്ള ഓഫീസർമാരെ ആൾക്കൂട്ടം തടഞ്ഞുവെച്ചിരുന്നു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ചേരിതിരിവുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്ന് നിരീക്ഷിച്ച കോടതി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ജുഡീഷ്യൽ ഓഫീസർമാരുടെ മനസ്സിൽ ഭയം സൃഷ്ടിക്കാനോ നിയമം കയ്യിലെടുക്കാനോ ആരെയും അനുവദിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ജുഡീഷ്യൽ ഓഫീസർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സായുധ സേനയെ വിന്യസിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. സംഭവത്തെക്കുറിച്ച് മുൻകൂട്ടി വിവരം ലഭിച്ചിട്ടും ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പരാജയം സംഭവിച്ചുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സുരക്ഷാ വീഴ്ചയിൽ ചീഫ് സെക്രട്ടറി, DGP തുടങ്ങിയവരോട് സുപ്രീം കോടതി വിശദീകരണം ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. നടൻ ബോബി കുര്യനെയും അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനി നായരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. അറസ്റ്റ് മുന്നിൽ കണ്ട് രഞ്ജിത്തിനെ ഇവർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതായാണ് സംശയം. അതേസമയം നടിക്ക് നേരെ അതിക്രമം നടന്ന കാരവൻ പോലീസ് തിരിച്ചറിഞ്ഞു. യുവനടി പരാതി നൽകിയ വിവരം അറിഞ്ഞതിന് പിന്നാലെ ബോബി കുര്യനും ശാലിനിയും രഞ്ജിത്തിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് പോലീസിന്റെ നിഗമനം. ബോബി കുര്യനൊപ്പം കാറിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഒളിവിൽ പോകാൻ സഹായിച്ചെന്ന് തെളിഞ്ഞാൽ
ഇരുവരെയും കേസിൽ പ്രതി ചേർത്തേക്കും. ബോബി കുര്യനെയും ശാലിനിയെയും ഉടൻ പോലീസ് ചോദ്യം ചെയ്യും. അതേസമയം നടിക്കു നേരെ അതിക്രമം നടന്ന കാരവൻ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി ആസ്പിൻ വാളിന് സമീപത്തു നിന്നുമാണ് കാരവാൻ കണ്ടെത്തിയത്. കാരവൻ പോലീസ് ഉടൻ കസ്റ്റഡിയിലെടുക്കും. സംഭവ സമയത്തെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുകയാണ്. എറണാകുളം സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന രഞ്ജിത്തിനായുള്ള കസ്റ്റഡി അപേക്ഷ ശനിയാഴ്ച കോടതി പരിഗണിക്കും. അമൃത ന്യൂസ്, കൊച്ചി. സിനിമാ സെറ്റുകളിലെ ആഭ്യന്തര പരിഹാര സമിതികൾക്കെതിരെ വിമർശനവുമായി വുമൺ ഇൻ സിനിമ കളക്റ്റീവ്. ആഭ്യന്തര പരിഹാര സമിതികൾക്ക് ഇച്ഛാശക്തിയില്ല എന്ന് WCC ആരോപിച്ചു. അധികാര ബന്ധങ്ങൾ പരിഹാര സമിതിയെ നിശബ്ദമാക്കിയെന്നും സമിതി ശക്തന്മാരുടെ കയ്യിലെ മറ്റൊരു ഉപകരണമെന്നും WCC ആരോപിക്കുന്നു. ഹൈക്കോടതി ഇടപെടലുകൾക്കിടയിലും സാഹചര്യങ്ങൾ മാറിയില്ല എന്നുള്ളത് തിരിച്ചറിവെന്നും WCC ഫേസ്ബുക്കിൽ കുറിച്ചു. സംവിധായകൻ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ തന്റെ മകനെതിരെയുള്ള ആരോപണങ്ങൾ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അടിസ്ഥാനരഹിതവും ശുദ്ധ അസംബന്ധവുമാണ് TK ഗോവിന്ദൻ പറഞ്ഞത്. പിന്തിരിപ്പന്മാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന TK എന്തും പറയുമെന്നും ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി പേര് പറയട്ടെ എന്നും വെല്ലുവിളിച്ചു. പേര് പറയാണെങ്കിൽ എങ്ങനെ മകനാകുക? പേര് പറയാതെ എങ്ങനെയാ മകനായി പോകുന്നു? പേര് പറയട്ടെ, കേസ് വരും, അതുകൊണ്ടാണ് പറയാത്തത്. മകൻ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നു. ആയിരുന്നല്ലോ ഭൂതകാലം. ബാക്കിയെല്ലാം സൂചിപ്പിക്കുന്നത് ശുദ്ധ അസംബന്ധം എഴുന്നള്ളിക്കുന്നതാണ്. ഞാൻ അതിനൊന്നും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ നിങ്ങൾ തളിപ്പുറമ്പിലെ ഒരാളായിട്ട് കാണുമ്പോൾ വേണ്ട കേട്ടോ. അത്രയേ എനിക്ക് പറയാനുള്ളൂ. ബാലഗോകുലത്തിൻ്റെ സുവർണ ജയന്തി ആഘോഷങ്ങളുടെ സമാപനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ബാലനേതൃത്വം ശിബിരം ഏപ്രിൽ 6, 7 തീയതികളിൽ കൊച്ചിയിൽ നടക്കും. കലാ, സാഹിത്യം, ശാസ്ത്രം, കായികം, യോഗ, ഗീതാധ്യാനം, സംവാദങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ശിബിരം സംഘടിപ്പിക്കുന്നത്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ബാലപ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും. കൊച്ചി എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ശിബിരത്തിൽ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ബിസിനസ്, രാഷ്ട്രീയം, ഭരണകൂടം, വിദ്യാഭ്യാസം, ആരോഗ്യരംഗം തുടങ്ങിയ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ദിശാബോധമുള്ള നേതൃപാടവം കൈവരിക്കുന്ന തലമുറയെ രൂപപ്പെടുത്തുകയാണ് ശിബിരത്തിൻ്റെ ലക്ഷ്യം. അമൃത വിശ്വവിദ്യാപീഠവും ഭാരതീയ വിദ്യാഭവനും സംയുക്തമായി പ്രജ്ഞ 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച 4 ദിവസത്തെ മൾട്ടിമീഡിയ ശില്പശാല ശ്രദ്ധേയമായി. കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയത്തിൽ നടന്ന ശില്പശാല ബ്രഹ്മചാരി അജലാമൃത ചൈതന്യ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാഭവൻ കൊച്ചി കേന്ദ്രം ഡയറക്ടർ E. രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കൊച്ചിയിലെ വിവിധ ഭവൻ സ്കൂളുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 100 വിദ്യാർത്ഥികൾ 3D മോഡലിംഗ്, 2D ആനിമേഷൻ, ഓഡിയോ വീഡിയോ എഡിറ്റിംഗ് എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകുക എന്നതാണ് ശില്പശാലയിലൂടെ ലക്ഷ്യമിട്ടത്. സമാപന ചടങ്ങിൽ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ K. ശിവപ്രസാദ് മുഖ്യാതിഥിയായിരുന്നു. ഭാരതീയ വിദ്യാഭവൻ കൊച്ചി കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ K. സുരേഷ് അധ്യക്ഷത വഹിച്ചു. അമൃത ഹോസ്പിറ്റൽ ക്യാമ്പസ് ഡയറക്ടർ ബ്രഹ്മചാരി സംസിദ്ധാമൃത ചൈതന്യ മുഖ്യപ്രഭാഷണം നടത്തി. തിരുവനന്തപുരം കിഴക്കേക്കോട്ട സംതൃപ്തിയിലെ B. ഇന്ദിരാദേവി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. പ്രമുഖ വ്യവസായി പരിതനായ G. രമേശൻ കോൺട്രാക്ടറുടെ ഭാര്യയാണ്. വെൺപാലവട്ടം തണിച്ചാൽ കുടുംബാംഗമാണ് ഇന്ദിരാദേവി. ചിത്ര രമേശ്, മഞ്ജു രമേശ്, കാർഡിയോളജിസ്റ്റായ ബിനു രമേശ്, രാജധാനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ ബിജു രമേശ് എന്നിവരാണ് മക്കൾ. പൊതുദർശനത്തിന് ശേഷം വെൺപാലവട്ടത്ത് സംസ്കാരം നടത്തി. ചരിത്രം സൃഷ്ടിച്ച് നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യം. മനുഷ്യനെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിക്കുന്ന ദൗത്യത്തിൻ്റെ വിക്ഷേപണം ഇന്ത്യൻ സമയം പുലർച്ചെ 4:06 നടന്നു. 4 പേരെ വഹിച്ച് SLS റോക്കറ്റ് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെൻ്ററിൽ നിന്നാണ് കുതിച്ചുയർന്നത്. 4, 3, 2, 1. Booster ignition. Artemis 2 now bound for the moon. നാസയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആർട്ടിമിസ് പ്രോഗ്രാമിലെ മനുഷ്യസഞ്ചാര ദൗത്യമാണ് ആർട്ടിമിസ് 2. 4 ബഹിരാകാശ യാത്രികർ ചന്ദ്രനെ വലം വച്ച് ഭൂമിയിലേക്ക് തിരികെ വരുന്ന പരീക്ഷണ പറക്കലാണിത്. ഈ ദൗത്യത്തിൽ ബഹിരാകാശ പേടകം ചന്ദ്രന്റെ ഉപരിതലത്തിൽ ലാൻഡിംഗ് നടത്തില്ല. ചന്ദ്രനിലേക്കും പിന്നീട് ചൊവ്വയിലേക്കും മനുഷ്യനെ സ്ഥിരമായി എത്തിക്കാനുള്ള നാസയുടെ ബൃഹത്തായ പദ്ധതിയുടെ നിർണായകമായ ഒരു ചുവടുവയ്പായാണ് ആർട്ടിമിസ് 2വിനെ കണക്കാക്കുന്നത്.
ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്പേസ് ലോഞ്ച് സിസ്റ്റമാണ് വിക്ഷേപണത്തിനായി ഉപയോഗിച്ചത്. ഇന്റഗ്രിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഓറിയോൺ ക്യാപ്സ്യൂളിലാണ് യാത്രികർ സഞ്ചരിക്കുന്നത്. ഓറിയോൺ ബഹിരാകാശ പേടകത്തിലെ ജീവൻ നിലനിർത്തുന്ന വസ്തുക്കളും മറ്റ് നിർണായക സംവിധാനങ്ങളും ആർട്ടിമിസ് 2 ദൗത്യത്തിൽ പരിശോധിക്കും. ദൗത്യത്തിലെ കണ്ടെത്തലുകളും പരീക്ഷണങ്ങളും അനുഭവ സമ്പത്തും ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന അടുത്ത ദൗത്യം ആർട്ടിമിസ് 3യെ കൂടുതൽ എളുപ്പമാക്കും. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റിന കോച്ച്, ജെറമി ഹാൻസൺ എന്നിവരാണ് ദൗത്യത്തിൽ പങ്കെടുക്കുന്ന സഞ്ചാരികൾ. ഒരു സ്ത്രീയും ഒരു കറുത്ത വർഗ്ഗക്കാരനും ഭാഗമാകുന്ന ചരിത്രത്തിലെ ആദ്യ മനുഷ്യചാന്ദ്ര ദൗത്യമാണിത്. മനുഷ്യരുമായി ഒരു ബഹിരാകാശ യാനവും ചെന്നിട്ടില്ലാത്ത അത്രയും ദൂരത്തിൽ ദൗത്യത്തിന്റെ ഒരു ഘട്ടത്തിൽ ഓറിയോൺ എത്തും. റൈസ് എന്ന ചെറു പാവയും സംഘത്തോടൊപ്പമുണ്ട്. ആ പാവയ്ക്കുള്ളിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത 56 ലക്ഷം മനുഷ്യരുടെ പേരടങ്ങിയ മെമ്മറി കാർഡും. നാസയുടെ സെൻഡ് യുവർ നെയിം ടു ദ മൂൺ ക്യാമ്പയിനിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകൾ അടങ്ങിയ SD കാർഡാണിത്. ബഹിരാകാശ പര്യവേക്ഷണത്തിൽ സാധാരണ ജനങ്ങൾക്കും പങ്കാളിത്തവും താല്പര്യവും ഉള്ളതാക്കാൻ ലക്ഷ്യമിട്ടാണിത്. ജീവൻ രക്ഷാ സംവിധാനങ്ങളടക്കം പരീക്ഷിക്കുന്നതിനായി ചന്ദ്രന് ചുറ്റും പേടകം അതിവേഗം കറങ്ങും. ഭാവിയിലെ ചന്ദ്രനിലേക്കുള്ള യാത്രകൾക്കുള്ള നിർണായകമായ പരിശീലനമായി കണക്കാക്കപ്പെടുന്നതാണ് ഈ ദൗത്യം. സാങ്കേതിക തകരാറുകളെ തുടർന്നാണ് ഫെബ്രുവരിയിൽ നടക്കേണ്ടിയിരുന്ന ദൗത്യം നീണ്ടത്. 1972 അവസാന ചാന്ദ്ര ദൗത്യം അപ്പോളോ നടന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്ക ജയിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ നേതൃനിര ഒന്നടങ്കം നശിച്ചുവെന്നും മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുവാനുള്ള ശേഷി ഗണ്യമായി കുറഞ്ഞുവെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്താണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചത്. എന്നാൽ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. ഇറാന് നിർണായകമായ തിരിച്ചടി നൽകിയതിന് US-ലെ സായുധ സേനയെ ട്രംപ് പ്രശംസിച്ചു. തങ്ങൾ പ്രധാന യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ വക്കിലാണ്. ഈ സൈനിക നടപടി ഉടൻ തന്നെ പൂർത്തിയാകും. ഇറാന്റെ നാവികസേന പൂർണ്ണമായും ഇല്ലാതായെന്നും വ്യോമസേന തകർന്നടിഞ്ഞ നിലയിലാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ നേതൃനിരയിലെ ഭൂരിഭാഗം പേരെയും വധിച്ചതായും ട്രംപ് പറഞ്ഞു. താൻ എപ്പോഴും നയതന്ത്രത്തിന്റെ പാത തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇറാൻ എല്ലാ കരാർ ശ്രമങ്ങളെയും നിരസിച്ചുകൊണ്ട് തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. മറ്റു പ്രസിഡന്റുമാർ ചെയ്ത തെറ്റ് താൻ തിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് വിശദീകരിച്ചു. Progress we've made, I can say tonight that we are on track to complete all of America's military objectives shortly, very shortly. We are going to hit them extremely hard over the next 2 to 3 weeks. We're going to bring them back to the Stone Ages where they belong. In the meantime, discussions are ongoing. Regime change was പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികളായ ഇസ്രയേൽ, സൗദി അറേബ്യ, ഖത്തർ, UAE, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾക്ക് ട്രംപ് നന്ദി പറഞ്ഞു. ഒരു തരത്തിലും ഒരു രൂപത്തിലും അവർക്ക് പരിക്കേൽക്കാനോ അവർ പരാജയപ്പെടാനോ തങ്ങൾ അനുവദിക്കില്ലെന്നും ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണ ഇറക്കുമതി ചെയ്യുന്ന മറ്റ് രാജ്യങ്ങൾ ആ പാതയുടെ സംരക്ഷണം ഏറ്റെടുക്കണമെന്നും US-ന് അതിന്റെ ആവശ്യമില്ലെന്നും ട്രംപ് പറഞ്ഞു. Go to the strait and just take it, protect it, use it for yourselves. വെനിസ്വേല ഉള്ളതിനാൽ അമേരിക്കയ്ക്ക് ഇനി പശ്ചിമേഷ്യയിൽ നിന്ന് എണ്ണ വേണ്ട. ഇന്ധനം ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങൾ US-ൽ നിന്ന് എണ്ണ വാങ്ങാൻ ട്രംപ് നിർദ്ദേശം നൽകി. തങ്ങളുടെ പക്കൽ ധാരാളം എണ്ണയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. അതിനിടെ അമേരിക്കൻ ജനതയ്ക്ക് ഇറാൻ പ്രസിഡന്റ് തുറന്ന കത്തയച്ചു. സാധാരണക്കാരോട് ഒരു ശത്രുതയുമില്ലെന്ന് കത്തിൽ പറയുന്നു. യുദ്ധവും സമാധാനവും തമ്മിലുള്ള തിരഞ്ഞെടുപ്പ് വരും തലമുറകളുടെ ഭാവി നിർണ്ണയിക്കും. ആധുനിക കാലത്ത് ഇറാൻ ഒരു യുദ്ധവും തുടങ്ങിവച്ചിട്ടില്ലെന്നും കത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഏതു നിമിഷവും ഒരു കരയുദ്ധം ഉണ്ടായേക്കുമെന്ന സാധ്യത ഏറുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് അതിവേഗം കരയുദ്ധത്തിന് ഇറാൻ സജ്ജമാകുന്നത്. ഇത് സംബന്ധിച്ച് ഇറാൻ സൈനിക മേധാവി സേനാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ശത്രുക്കളുടെ ഓരോ നീക്കങ്ങളും അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കണമെന്നും ഏതു സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെടുക്കണമെന്നും അമീർ ഹാത്മി ആവശ്യപ്പെട്ടു. ഇറാൻ മണ്ണിലെത്തുന്ന ഓരോ അമേരിക്കൻ സൈനികനും ജീവനോടെ മടങ്ങില്ല എന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. കോഴിക്കോട് മുക്കത്ത് 3 കിലോയോളം MDMA പിടികൂടി. 500 ഗ്രാം MDMAയുമായി പുളപ്പൊയിൽ സ്വദേശിയായ യുവാവ് പിടിയിലായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 3 കിലോയോളം MDMA കണ്ടെടുത്തത്. കോഴിക്കോട് ജില്ലയിൽ അടുത്തിടെയുണ്ടായ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് പോലീസ് മുക്കത്ത് നടത്തിയത്. 2 സംഭവങ്ങളിലായി 3 കിലോയോളം MDMAയുമായി 2 പേരാണ് പിടിയിലായത്. ഇന്ന് രാവിലെ മുക്കം സിവിൽ സ്റ്റേഷന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ച് 500 ഗ്രാമിലേറെ MDMAയുമായി 36-കാരനായ മുക്കം നീലേശ്വരം സ്വദേശി പുല്ലമ്പാടിപ്പറമ്പിൽ മുഹമ്മദ് ഹനീഫയാണ് ആദ്യം പിടിയിലായത്. കോഴിക്കോട് റൂറൽ SP
ടി ഷറാഫിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘമാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പ്രതിയെ പിടികൂടിയത്. ഇവിടെ മുമ്പ് കുട്ടികളായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ തന്നെ പോലീസ് ടീമും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ ലൊക്കേറ്റ് ചെയ്ത ഒരു വീടായിരുന്നു ഇവിടെ. ഇന്നാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവരെ ആളെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തത്. മലയോര മേഖലയിൽ തന്നെ മൊത്തത്തിൽ ഈ ഒരു മയക്കുമരുന്ന് ഉപയോഗം വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഭാഗമായി തടയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ മയക്കുമരുന്ന് വേട്ട വളരെ അഭ്യന്തരമാണ്. കേരളത്തിലെ മൊത്ത വിതരണക്കാരിൽ പ്രധാനിയായ ഹനീഫയെ ഡാൻസ് ഓഫ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനിടെയാണ് ഇയാൾ ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയതായി വിവരം ലഭിച്ചത്. തുടർന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെ പിടികൂടുകയായിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരി കേരളത്തിലെത്തിക്കുന്ന ആളാണെന്ന് പോലീസ് പറയുന്നു. പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന മണാശ്ശേരി കയ്യേരിക്കലിലെ വീട്ടിൽ MDMA സൂക്ഷിച്ചതായി വിവരം ലഭിച്ചു. പരിശോധനയിൽ 2 കിലോ 300 ഗ്രാം MDMAയും പിടികൂടി. ഇവിടെ വെച്ച് ഒരു സ്ത്രീയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. SIമാരായ വിനീത് വിജയൻ, രാജീവ് ബാബു, ശ്രീരാഗ് കെ, മനോജ് രാമത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുമരുന്ന് വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ക്രൈസ്തവ ഭക്തിഗാനങ്ങളുടെ സംഗീത സംവിധായകൻ ഫാദർ ജസ്റ്റിൻ പനയ്ക്കൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. കൊച്ചി മഞ്ഞുമല്ലിലെ സന്യാസ ഭവനത്തിൽ വച്ചായിരുന്നു അന്ത്യം. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. മൃതദേഹം നിലവിൽ മഞ്ഞുമൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംസ്കാരം ഏപ്രിൽ 6 നടക്കും. OCD സന്യാസ സമൂഹാംഗമാണ്. പൈതലാം യേശുവേ, ദൈവം പിറക്കുന്നു, സ്നേഹസ്വരൂപ, തവദർശനം തുടങ്ങിയ ഹിറ്റ് ഗാനങ്ങൾക്ക് ഈണം നൽകിയത് ഫാദർ ജസ്റ്റിൻ പനയ്ക്കലാണ്. 28ഓളം ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം പകർന്നിട്ടുണ്ട്. കോഴിക്കോട് മുക്കം മാറ്റുപുറത്തെ വീടിന് മുറ്റത്തേക്ക് കാർ ഇടിച്ചു കയറി. യുവാക്കൾ മദ്യലഹരിയിൽ ഓടിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കുടുംബം വീട്ടിലില്ലാത്തതിനാൽ ആർക്കും പരിക്കില്ല. കോഴിക്കോട് ഒളവണ്ണയിൽ തെരുവുനായ ആക്രമണം. രാവിലെയോടെയാണ് സംഭവം. തെരുവുനായ ആക്രമണത്തിൽ 8 പേർക്ക് കടിയേറ്റു. ഇതിൽ 3 വയസ്സുള്ള കുട്ടിക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വീട്ടുമുറ്റത്ത് നിൽക്കുന്നവർക്കും റോഡിലൂടെ നടന്നു പോകുന്നവർക്കുമാണ് കടിയേറ്റത്. മുന്നിൽ കാണുന്നവരെയെല്ലാം ഓടിയെത്തി കടിക്കുന്ന നായ്ക്ക് പേ ഇളകിയിട്ടുണ്ടോ എന്നും സംശയമുണ്ട്. ക്രിസ്തുദേവന്റെ അന്ത്യ അത്താഴത്തിൻ്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ പെസഹ വ്യാഴം ആചരിക്കുന്നു. സീറോ മലബാർ സഭ ആസ്ഥാനത്ത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ശുശ്രൂഷകളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യേശു തന്റെ ശിഷ്യന്മാരുടെ ഒപ്പം അവസാനമായി പങ്കെടുത്ത പെസഹ ആഘോഷത്തിന്റെയും അദ്ദേഹം കഴിച്ച അവസാന അത്താഴത്തിന്റെയും ഓർമ്മ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹം ആചരിക്കുന്നത്. അന്ത്യ അത്താഴവേളയിൽ ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതനുസ്മരിച്ച് കാൽ കഴുകൽ ചടങ്ങും ദേവാലയങ്ങളിൽ നടന്നു. വിവിധ സഭകളുടെ നേതൃത്വത്തിൽ കേരളമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ ദിവ്യബലി കാലുകഴുകൽ ശുശ്രൂഷയ്ക്ക് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊച്ചിയിൽ സീറോ മലബാർ സഭ ആസ്ഥാനത്ത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടേലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ശുശ്രൂഷകൾ നടന്നത്. പരിവർത്തനത്തിന്റെ കടന്നുപോകലാണ് പെസഹമെന്ന് റാഫേൽ തട്ടേൽ പറഞ്ഞു. ക്രൈസ്തവ കുടുംബങ്ങളിൽ മക്കളുടെ എണ്ണം കുറയുന്നത് വൈദികരെ കുറക്കുന്നു. വൈദികരുടെ എണ്ണം കുറയുന്നത് നല്ല ലക്ഷണമല്ല. മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകണമെന്നും അദ്ദേഹം പെസഹ സന്ദേശത്തിൽ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്പേസ് എന്ന് പറയുന്നത് ദ സ്പേസ് ഫോർ ഇംപ്രൂവ്മെന്റ്. നമ്മെ തന്നെ പുതുക്കാൻ, നമ്മെ തന്നെ നവീകരിക്കാൻ, നമ്മെ തന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് നമ്മൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. കാൽവരിക്കുന്നിൽ യേശു കുരിശുമരണം വരിച്ചതിന്റെ അനുസ്മരണത്തിന് നാളെ ദുഃഖവെള്ളി ആചരിക്കും. യേശുദേവൻ ഉയർത്തെഴുന്നേറ്റതിന്റെ ആഘോഷമായി ഞായറാഴ്ചയാണ് ഈസ്റ്റർ. വെള്ളിയാഴ്ച രാവിലെ നഗരങ്ങളിൽ വിവിധ സഭാവിശ്വാസികൾ കുരിശും പേറി കുരിശിന്റെ വഴിയും നടത്തും. അമൃത ന്യൂസ്, കൊച്ചി.